നമ്മളൊക്കെ പലപ്പോഴും സ്നേഹത്തോടു കൂടെ നിരസിക്കാറുണ്ട്. എത്രയോ വിളിക്കും, പോകാൻ പറ്റൂല, എന്ത് ചെയ്യും? അപ്പോൾ ആ ഗണത്തിലെല്ലാം നമുക്ക് പറ്റുമെങ്കിൽ ഉത്തരം കൊടുക്കണം. നമുക്ക് വലിച്ചാൽ വലിയില്ല. അപ്പം സ്നേഹത്തോടുകൂടെ നമ്മൾ ക്ഷമാപണം ചെയ്യണം, അതിന് പ്രശ്നമൊന്നുമില്ല. പറ്റുമെങ്കിൽ പോകണം. മൻ ദുഇയ ഫലം യുജിബ് ഫഖദ് അസല്ലാഹ വറസൂല, അങ്ങനെ ഹദീസുണ്ട്. ആർക്കെങ്കിലും ഒരു ഇൻവിറ്റേഷൻ കിട്ടുകയും ആ ഇൻവിറ്റേഷന് ഉത്തരം കൊടുക്കാൻ കഴിയുമായിരിക്കെ അത് ചെയ്യാതിരിക്കുകയും ചെയ്താൽ ഫഖദ് അസല്ലാഹ വറസൂല, അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയുമാണ് അവർ ധിക്കരിച്ചിരിക്കുന്നത്. ഇനി വിളിക്കാതെ കല്യാണത്തിന് പോണ ആൾക്കാർ ഒരു കേൾക്കേണ്ട ഹദീസാണ്. ഇപ്പോഴൊന്നും ഉണ്ടാവില്ല, കോളേജ് പഠിക്കുന്ന കാലത്തായിരിക്കും ഉണ്ടായിട്ടുണ്ടാവുക, അല്ലേ? കോളേജ് പഠിക്കുന്ന കാലത്ത് അങ്ങനെ വിളിക്കാതെ കല്യാണത്തിന് പോയി ചോദിച്ചവരോട് ഉണ്ടെങ്കിൽ കൈവക്കിയാട്ടെ എന്ന് ഞാൻ ചോദിക്കൂല. കാരണം അതൊരു മാനം കെടുത്തലാണ്, അല്ലേ? അത് രസമായിരിക്കും, ചിലർക്ക് ഭയങ്കര ഹരാണത്. നല്ല ടിപ്പിലങ്ങനെ ചെല്ലുക, അപ്പോൾ ആരും തടഞ്ഞു വെക്കൊന്നുമില്ല. ഈ ആരാന്നൊക്കെ ചോദിച്ചാൽ അഥവാ പ്രശ്നമായാലോ എന്ന് വിചാരിച്ചിട്ട് മിണ്ടാണ്ടിരിക്കും. ഒരുത്തം പണ്ട് പെട്ട കഥ നമ്മൾ പറഞ്ഞേക്കണേ, അങ്ങനെ വിളിക്കാതെ കല്യാണത്തിന് ചെന്നപ്പോഴേ ഈ റോഡ് സൈഡിലെ മണ്ഡപങ്ങൾക്കാണ് ഈ പ്രശ്നം വരിക. കല്യാണമൊക്കെ പൊളിഞ്ഞു പോകും. നമ്മൾ കല്യാണത്തിന് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പറയട്ടെ, നമ്മളോട് നമുക്ക് പറയാലോ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ഒരു കല്യാണത്തിന് ചിലപ്പോൾ ഞാനിപ്പോൾ ബാംഗ്ലൂർ, ഇപ്പം പിന്നെ ഞാൻ സംസ്ഥാന സമ്മേളനം നടക്കും ബാംഗ്ലൂരുണ്ട്. അവിടെ നമ്മൾ അറിയുന്നൊരു ഫാമിലി ഒരു കല്യാണത്തിന് സംബന്ധിക്കുകയാണ്. അപ്പോൾ അവരെ ആ ഒരു അനുഭവം പറയാൻ, ഭയങ്കര VIP കല്യാണമാണ്. 4 സീസണിലാണ് പിന്നെ അതിൻ്റെ റിസപ്ഷനൊക്കെ വെച്ചിട്ടുള്ളത്. അപ്പോൾ കല്യാണം കഴിഞ്ഞു, വളരെ റാഹത്ത്. ഭക്ഷണം കഴിക്കാൻ വേണ്ടി പൊയ്ക്കോളി എന്ന് പറഞ്ഞിട്ടും വളരെ മെല്ലെ ആൾക്കാർ എഴുന്നേൽക്കുന്നുള്ളൂ. വളരെ അച്ചടക്കമുള്ളൊരു കല്യാണം. നമ്മുടെ നാട്ടിൽ കല്യാണം നടന്നാൽ പുതിയാപ്പണ്ട ആൾക്കാർ വന്നിട്ടുണ്ടാവും, അവരെ സ്വീകരിക്കണം പെണ്ണിൻ്റെ ആൾക്കാർ. നാട്ടുകാരുണ്ടാവും അപ്പുറത്ത്. നിക്കാഹാണ് കഴിഞ്ഞോ, ഒരൊറ്റ ഓട്ടമാണ് റബ്ബേത്, ജയിലിൽ നിന്ന് ഇറക്കി വിട്ട പോലെ, ഭക്ഷണം കാണാത്ത പോലെ ഒരു ഓട്ടം. അവിടെ ആ നാട്ടിലേക്ക് വന്ന അതിഥികളുണ്ട്, അവർ കഴിച്ചിട്ട് മതി എന്ന് തീരുമാനിക്കാം. എന്ത് കളിയായി കളിക്കണത്, ഭക്ഷണം കിട്ടാത്ത പോലെ കളിക്കാം. എന്നിട്ട് ആ കല്യാണത്തിന് വീട്ടിൽ ഓർഗനൈസ് ചെയ്ത ആൾക്കാർ സീറ്റിൽ ഇരുന്ന ഒരാളോട് എഴുന്നേൽക്കുന്ന പറഞ്ഞ മോശമല്ലേ? പിന്നെ ആകെ പ്രശ്നമാവൂലേ? എന്നാലോ അവർ കൊണ്ടുവന്ന് ക്ഷണിച്ചു വന്ന അന്യനാട്ടിൽ നിന്ന് വന്നവർ, പുതിയാപ്പണ്ട കൂടെ വന്നവർ, പെണ്ണിന്റെ കൂടെ വന്നവർ, അവരിരുത്തി, അതാണല്ലോ മര്യാദ. പക്ഷെ എന്ത് ആർത്തിയില്ല മനുഷ്യന്മാർ കല്യാണത്തിന് ഈ ഭക്ഷണ ഹാളിലേക്ക് ഓടുന്നത് റബ്ബേ. വിധങ്ങൾ പറയാം. അപ്പോൾ അതൊന്നും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ദയവ് ചെയ്തിട്ട് അങ്ങനെ ആർത്തിയൊന്നും കാണിക്കാൻ മാത്രം ദാരിദ്ര്യമൊന്നും കേരളത്തിലില്ല. അതുകൊണ്ട് ഇപ്പം അങ്ങനെ ഓടിച്ചെന്നിട്ടൊന്നും കല്യാണം എന്തെങ്കിലും മോശമാക്കരുത്. ഒരൽപ്പം മാനേഴ്സൊക്കെ നമ്മൾ കാണിക്കണം. ഈ ഹദീസ് പറയണത് വിളിക്കാതെ ചെന്ന് കല്യാണം കൊളാക്കണമൊക്കെ കുറിച്ചാണ്. ഈ കോളേജ് ഇട്ടെന്നൊക്കെ പറഞ്ഞാൽ നല്ലത് തിന്നുവേ. നമ്മളൊക്കെ ഇപ്പോൾ ഡയറ്റാണ്, ഭക്ഷണം നിയന്ത്രിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ചേ തൊടുള്ളൂ. ഈ കുട്ടികൾക്ക് ഇട്ട് കൊടുക്കുന്നോ കുഴങ്ങാന്നല്ലാണ്ട് നിർത്തുമോ? കല്യാണം മുടങ്ങിപ്പോലെ ഇത്ര ആൾക്കുള്ള അരി വെച്ചിട്ടല്ലേ ഇവർ ഉണ്ടാക്കിയിട്ടുണ്ടാവുക. ഇതൊക്കെ വിളിക്കാത്തവരെ വന്ന് തിന്നുപോയാൽ എന്ത് ചെയ്യും? അവർ ഇൻവൈറ്റ് ചെയ്ത ആൾക്കാർക്ക് ഭക്ഷണം കൊടുക്കാണ്ടിരിക്കുമ്പോൾ മോശമല്ലേ? വമൻ ദഖല അലാ ഗൈരി ദഅവത്തിൻ, വിളിക്കാതെ ഒരാൾ ഒരു സ്ഥലത്ത് ചെന്നാൽ, ദഖല സാരിഖൻ, അവൻ അങ്ങോട്ട് കടന്നു ചെന്നത് മോഷണം ചെയ്യുന്ന ആളായിട്ടാണ്. വഖറജ മുഗീറ, അവൻ അവിടുന്ന് പുറത്തു വരുന്നത് ആ വീട്ടുകാരെ കൊള്ളയടിച്ചുകൊണ്ടാണ് പുറത്തു വരുന്നത്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് എല്ലാ കല്യാണ മണ്ഡപം റോഡ് സൈഡിലുള്ളതിന്റെ മുമ്പിൽ എഴുതി വെക്കണം, നല്ലതാണ്. വിളിക്കാതെ കല്യാണത്തിന് പോയാൽ അതിൻ്റെ അകത്തവൻ കിടക്കുന്നത് കള്ളനായിട്ടാണ്. അവിടെ നിന്ന് ഇറങ്ങി വയറ് നിറച്ച് പോരുന്നത് വഖറജ മുഗീറ. ഇഗാറത്ത് എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു സൈന്യം, ഒരു മുന്നറിയിപ്പില്ലാത്ത ഒരു നാട് കയറി ആക്രമിച്ച് കുട്ടിച്ചോറാക്കണ ഇഗാറത്ത് എന്ന് പറയാം. അങ്ങനെ അപഹരിച്ച് ഒരു വീടിനെ കൊള്ളയടിച്ചിട്ടാണ് ഖറജ, അവൻ പുറത്തേക്ക് വരുന്നത്. കാരണം വിളിക്കാതെ വന്നതല്ലേ, അത് ചെയ്യാൻ പാടില്ല. മുഅ്മിനായ മനുഷ്യന്റെ ദഅവത്തിന് പ്രാധാന്യം കൊടുക്കണം. ഒരു സ്വഹാബി ഒരു കല്യാണത്തിന് വിളിച്ചപ്പോ ആ സ്വഹാബി പറഞ്ഞു, ഇന്നി സ്വായിമുൻ, ഞാൻ നോമ്പെടുത്തിട്ടുണ്ട്. അപ്പൊ സുന്നത്ത് നോമ്പുണ്ടാവുമല്ലോ, ഞാൻ നോമ്പുകാരനാണ്, അതുകൊണ്ട് എനിക്ക് വരാൻ പറ്റും, എനിക്കന്ന് നോമ്പായിരിക്കും. അങ്ങനെയൊന്നും പറയേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് പോകാൻ പറ്റുമല്ലേ? ഞാൻ പറയുന്നത്, ഒരു ദഅവത്ത് ഒരു കല്യാണത്തിനോ ഒരു സൽക്കാരത്തിനോ ക്ഷണിച്ചാൽ പോലും ഭക്ഷണം കഴിക്കണമെന്ന് നിർബന്ധമുള്ള വിഷയമല്ല. നിങ്ങൾക്ക് പറ്റില്ലെങ്കിലും അവിടെ ഒരു സോഷ്യലൈസ് ചെയ്യുക, അവരുമായൊന്ന് ഇടപെടുക, അവിടെ സൗഹൃദ ബന്ധം പുതുക്കുക എന്ന ഒരൊറ്റ നന്മ ഉദ്ദേശിച്ചുകൊണ്ടെങ്കിലും പോകണമെന്നാണ്. പറ്റുമെങ്കിൽ പോകണം. ഈ സ്വഹാബി ഇങ്ങനെ പറഞ്ഞപ്പോ